കോഴിക്കോട് കോഴി അറവ് മാലിന്യം അനധികൃതമായി സൂക്ഷിച്ച് കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി ആരംഭിച്ച് താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ഫ്രഷ് കട്ട് എന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കേണ്ട അറവ് മാലിന്യം ചാക്കുകളിൽ കെട്ടി സമീപത്തെ കെട്ടിടത്തിൽ സൂക്ഷിക്കുകയായിരുന്നു. കോഴിക്കോട് നിന്ന് രമ്യ ദാസിയായിരുന്നു. രമ്യ, ഇത് സൂക്ഷിക്കുന്നത് ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം മാലിന്യം എടുക്കാത്തതിന്റെ പേരിലാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, കുറെ ദിവസങ്ങളായി ഈ മേഖലയിൽ ഈ ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ, അതായത് പ്രദേശവാസികളും പഞ്ചായത്തും നാട്ടുകാരും തമ്മിൽ ഇത്തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ കട്ടിപ്പാറ പഞ്ചായത്തിലെ ഈ ഫ്രഷ് കട്ടിലേക്ക് മാലിന്യ സംസ്കരണത്തിനായി കൊണ്ടുവരുന്ന മാലിന്യമാണ് ഈ ചാക്കുകളിലായിട്ട് നിരവധി ചാക്കുകളിലായിട്ട് ഈ അനധികൃതമായ ഒരു കെട്ടിടത്തിൽ സൂക്ഷിച്ചതായി കണ്ടെത്തിയത്. ഈ മാലിന്യത്തെ കൂടാതെ തന്നെ ഈ ദ്രവമാലിന്യം കൂടി ഈ മേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള ദുർഗന്ധത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ മാലിന്യ ഇവിടെ വലിയ തോതിൽ ശേഖരിച്ചു വെച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് കട്ടിപ്പാറ പഞ്ചായത്ത് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നത്. അതായത് ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനാണ് ഇപ്പോൾ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഓമശ്ശേരി പഞ്ചായത്ത്, അതുപോലെ കോടഞ്ചേരി പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ സ്ഥലത്ത് സന്ദർശനം നടത്തിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഈ താമരശ്ശേരി ആവേലം സ്വദേശി ഒരു അബ്ദുൾ റഹ്മാന്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടമാണ് ഈ മാലിന്യം ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ ദുർഗന്ധം വലിയ തോതിൽ തന്നെ പ്രദേശത്തേക്ക് പരന്നതോടെയാണ് ഇത്തരത്തിലൊരു നാട്ടുകാരൊരു പരിശോധന നടത്തിയത്. അത്തരം നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ വലിയ തോതിൽ മാലിന്യം കണ്ടെത്തിയിട്ടുള്ളതും ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ നീങ്ങിയിട്ടുള്ളതും. അഖില, രമ്യയാണ് വിവരങ്ങൾ നൽകിയത്.